കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാം സിമ്പിൾ ആയിട്ട്. അപ്പൊ 1/4 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നന്നായി അരിച്ചെടുക്കുക. 3 മുട്ട, സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂണോളം, പഞ്ചസാര 1/2 കപ്പ്. ഇനി മുട്ട നന്നായി അടിച്ചെടുക്കുക. അതിലോട്ട് 1 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് നന്നായി അടിച്ച് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചത്. ഈ സമയം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് അടുപ്പിൽ വെച്ച് റെഡിയാക്കി വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് ട്രേയിലേക്ക്, ബട്ടർ പേപ്പർ വെച്ച് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഈ സമയം പൈനാപ്പിൾ കട്ട് ചെയ്ത് മിക്സിയിലെ ജാറിലിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത പൈനാപ്പിൾ 1 കപ്പ് ജ്യൂസ്, അതിലോട്ട് 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിന്റെ മാവും ചേർത്ത് നന്നായി ലോ ഫ്ലെയിമിൽ നന്നായി തിളപ്പിച്ച് ഇതുപോലെ തിക്കാക്കി വെക്കുക. കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം, 1 കിലോ കേക്കിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായി അടിച്ച് നല്ല ഫ്ലഫി ആക്കി വെക്കുക. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് പൈനാപ്പിളിന്റെ ജ്യൂസ് 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ എസൻസ് ഇല്ലേ, പൈനാപ്പിളിന്റെ ജ്യൂസും കോൺഫ്ലവർ മാവും കൂടി ചേർത്ത് അതും കൂടി ആ എസൻസ് ഉള്ള രീതിയിൽ, എസൻസൊന്നും ചേർക്കണില്ല നമ്മൾ. പിന്നെ വിപ്പിംഗ് ക്രീം തേച്ച് നമ്മൾ ഓരോ സെറ്റായിട്ട് മാറ്റി വയ്ക്കണം. അപ്പം ഇത് നമ്മൾക്ക് ചെയ്തത്, ഞാൻ കേരളത്തിൽ പോയപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് ശില്പ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അവർ വീടിൻ്റെ അടുത്തുള്ളതാണ്. ആളവിടെ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ്. ഇനി നമ്മളിതിന് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്ത് അതിന്റെ സെന്ററിലോട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിളിന്റെ ജെല്ലി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പൈനാപ്പിൾ കേക്ക് റെഡി. സിമ്പിൾ അല്ല മക്കളെ, ഒരു 2.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി. അപ്പം നിങ്ങൾ ഉണ്ടാക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.